മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിലുള്ള കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ തീരുമാനത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതികരണം പിണറായി വിജയനെ രക്ഷിക്കുന്നതിനാണെന്നും മുൻപ് സമാന രീതിയിൽ മറ്റു ചില ഉന്നത നേതാക്കളുടെ മക്കൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ നിസ്സംഗത പാലിച്ച പാർട്ടി ഇപ്പോൾ മാത്രം പ്രതികരിക്കുന്നത് പിണറായി വിജയനും മാസപ്പടി വാങ്ങിയതിൽ പങ്കുണ്ട് എന്നതിനാലാണെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ തങ്കപ്പൻ അഭിപ്രായപ്പെട്ടു. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പിണറായി വിജയൻ്റെ കോലം കത്തിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ചിൻ്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്കപ്പൻ. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ A സുമേഷ്, സെക്രട്ടറി C ബാലൻ, UDF പാലക്കാട് നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, DCC മെമ്പർ C ഖിദർ മുഹമ്മദ്, മണ്ഡലം പ്രസിഡന്റുമാരായ S സേവ്യർ, രമേശ് പുത്തൂർ, നേതാക്കളായ V മോഹനൻ, ഹരിദാസ് മച്ചിങ്ങൽ, C നിഖിൽ, K ഭവദാസ്, V രവീന്ദ്രൻ, D ഷജിത് കുമാർ, A കൃഷ്ണൻ, സുഭാഷ് യാക്കര, V അറുമുഖൻ, A സലിം, അബു പാലക്കാടൻ, AM അബ്ദുള്ള, മോഹൻ ബാബു, മൻസൂർ മണലാഞ്ചേരി, FV ബഷീർ, K സുജാത, PSV ബിൻ, റോബൻ മാട്ടുമന്ത, M ചന്ദ്രൻ, S ശെൽവൻ, കാജ H ജൈലാവുദ്ദീൻ, ശാന്തി നടരാജൻ, PV മോഹൻദാസ്, കൃഷ്ണപ്രസാദ്, പ്രദീപ് കുണ്ടുകാട്, S സഞ്ജയ്, N നിവേദ് തുടങ്ങിയവർ സംസാരിച്ചു. N വിഷന് വേണ്ടി രാജൻ തിരുവല്ലൂർ. വിജയൻ ഏക ഡയറക്ടറായി ബാംഗ്ലൂർ ആസ്ഥാനമായി ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി രൂപീകരിച്ച് ആ കമ്പനിക്ക് ജീവനക്കാരോ ആ കമ്പനിക്ക് കൃത്യമായ ഒരു നടപടിക്രമങ്ങളോ കമ്പനിയുടെ ഒരു കാര്യവും നടന്നിട്ടില്ല. കമ്പനിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിലൂടെ പണം വരുന്നു, പണം പോകുന്നു, അല്ലാതെ ആ കമ്പനി ഒരു സേവനവും ഈ രാജ്യത്തെ ഒരു കമ്പനിക്കും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടില്ല. അത് വളരെ വ്യക്തമായി ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CMRL എന്നൊരു കമ്പനി, ഇവിടെ മണൽ മാഫിയ, മണൽ കർത്തയുടെ CMRL എന്നൊരു കമ്പനി അവർക്ക് കൈക്കൂലി കൊടുക്കാൻ, നിയമവിധേയമായി കൈക്കൂലി കൊടുക്കാൻ മാത്രമായി ഈ എക്സാലോജിക് എന്നൊരു കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചു. അതാണ് ഇവിടെ SFIയുടെ അന്വേഷണത്തിൽ വളരെ വ്യക്തമായി. അത് CMRL കമ്പനി തന്നെ ആ കൊടുത്ത പണത്തിന് ടാക്സ് എക്സംപ്ഷൻ വേണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചപ്പോഴാണ് SFI അത് നോട്ട് ചെയ്തത്. ആ കമ്പനി നിങ്ങൾക്ക് എന്താണ് സർവീസ് എന്ന് ചോദിച്ചപ്പോൾ ഒരു സർവീസും നിലവിലില്ല. ഒരു ഉന്നത കേരളത്തിലെ ഗവൺമെന്റിലെ ഒരു ഉന്നതന്റെ മകളാണ് ആ കമ്പനിയുടെ ഏക ഡയറക്ടർ എന്നത് മാത്രമാണ് ആ കമ്പനിക്കുള്ള പൈസ കൊടുക്കുന്നതിന് ഏക മാനദണ്ഡം. അതിപ്പോൾ വളരെ കൃത്യമായി അന്വേഷണം നടത്തി ഈ ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ എന്ന് പറഞ്ഞു ഈ കൈകൾ ശുദ്ധമാണ്, മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ്. ഇപ്പോൾ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേരള ജനത അത് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്.